വീടിന്റെ ചുറ്റുവട്ടത്തിലുള്ള കുറച്ച് ഔഷധ ചെടികളൊക്കെ വെച്ചിട്ട് നല്ലൊരു ഔഷധ കഞ്ഞി ഉണ്ടാക്കിയെടുക്കാം. ഇത് കുട്ടികൾക്കും കഴിക്കാൻ പറ്റും, അതുപോലെ തന്നെ വലിയവർക്കും നല്ല ഒത്തിത്തമാണ്. 7 ദിവസം കഴിക്കണം എന്നാണ് ഇത് പറയാറ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഐസസ് വേർഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷാഹിദ. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കുന്ന കർക്കിടക കഞ്ഞി ഉണ്ടല്ലോ, അതിന്റെ റെസിപ്പി കേട്ടോ. ഇപ്പൊ നല്ല മഴയാണല്ലോ, അപ്പൊ മഴയാകുമ്പോൾ ഒക്കെയാണ് ഈ കഴിക്കേണ്ട ടൈമിൽ. കർക്കിടക മാസത്തിലാണ് നമ്മളിത് കഴിക്കേണ്ടത്. 7 ദിവസമാണ് കഴിക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അതിനെ കുറിച്ചിട്ട് വലിയ ധാരണ ഒന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പൊ നമ്മൾ അടുത്തുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചീൻ്റെ അമ്മ കുറച്ചൊക്കെ പ്രായമില്ല മുത്തശ്ശിയാണ്. അപ്പൊ അവർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ആ അറിവ് വെച്ചിട്ട് എനിക്ക് ആ ചേച്ചി പറഞ്ഞു തന്ന്. അപ്പോൾ കുറച്ച് മരുന്നുകളൊക്കെ എനിക്കറിയാം കേട്ടോ. നമ്മൾ ഈ പാടത്തും അതുപോലെ തന്നെ റോഡിൻ്റെ വക്കിയും കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ടാവില്ല, ആ ഭാഗത്തൊക്കെ ഉണ്ടാവും. അധികം രാസപ്രയോഗം ഇല്ലാത്ത സ്ഥലത്താണ് ഇവ ഉണ്ടാവാറ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു തന്ന ഐഡിയ വെച്ചിട്ട് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റ് കേട്ടോ. പ്രത്യേകിച്ച് ആ ഉലുവൻ്റെയും അതുപോലെ തന്നെ ചെറിയ ചവർപ്പുണ്ടാവും, അത് നമ്മൾ കാര്യമാക്കണ്ട. പിന്നെ ഉപ്പിന് പകരമായിട്ട് ഇന്ദുപ്പാണ് ഇടുന്നത്. പക്ഷെ എനിക്ക് ആ ഇന്ദുപ്പ് കിട്ടാത്തതുകൊണ്ട് ഞാൻ സാധാ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഞവരരിയാണ് നമ്മളിത് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഉപയോഗിക്കായിരിക്കും നല്ലത്, കാരണം ഒരുപാട് ബെനിഫിറ്റ് അതിലുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അരിയാണ് ഞവരരി. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ, വീഡിയോയിലോട്ട് പോകാം. റെസിപ്പിയിലോട്ട് പോകുന്ന മുന്നേയായിട്ട് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടു വരുന്നവരൊക്കെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി തന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെടികളാണ് ഞാൻ എന്ന് എടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാ ഫസ്റ്റ് ഈ ഒരു ഇതാട്ടോ, ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് മുത്തളാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് കേട്ടോ ഈ ഒരു ചെടി. ഇതിനെക്കുറിച്ചിട്ട് പിന്നെ ഒരുപാട് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ്, ഒരു ചെടി തന്നെയാണ് ഈ ഒരു മുത്തൾ എന്ന് പറയുന്നത്. ഇത് നമ്മളെ പാടത്തു കൂടെയൊക്കെയാണ് ഉണ്ടാവാറ് കേട്ടോ. അതുപോലെ തന്നെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന ആ ഒരു സ്ഥലത്തൊക്കെയാണ് ഇത് പൊതുവെ കാണാറ്. ഇനി അടുത്തത് ഇതാണ്. ഇത് നമ്മൾ കീയാർനെല്ലി എന്ന് പറയും. കീയാർനെല്ലി ഇതുപോലെ തന്നെ. പിന്നെ ഇപ്പം നമ്മളെ ഈ ചുറ്റുവട്ടത്തിലൊക്കെ നല്ല പോലെ ഉണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് എന്താ പറയുക രാസപ്രയോഗങ്ങളും അതൊക്കെ കൊണ്ടിട്ട് ഇപ്പോൾ ചെടികളെ കാണാൻ തന്നെ ഇല്ല എന്ന് പറയാറുണ്ട് ചിലർക്ക്. പക്ഷെ നമ്മളെ ഈ ഗ്രാമപ്രദേശത്ത് നല്ല പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് കീയാർനെല്ലിയാണ്. ഈ കീയാർനെല്ലി എന്ന് പറയുന്നത് ഇതിൻ്റെ കീഴ്ഭാഗത്ത് നിറച്ച് നെല്ലിക്ക പോലെ ചെറിയ നെല്ലിക്ക പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ കീയാർനെല്ലി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് ഇതുപോലത്തെ കറുകപ്പുല്ലാണ്. അപ്പോൾ അതും കൂടെ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ മുക്കുത്തി എന്ന് പറയും. ഇതുപോലെ ചെറിയ പൂവുള്ള ഒരു സംഭവം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ കുറഞ്ഞ അളവിലാണ് വെക്കുന്നത്. ഒരു നായിൻ്റെ താഴെയാണ് വെക്കുന്നത്. കാരണം ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ളതാണ്. അത്ര തന്നെ ധാരാളം മതിയാവും കേട്ടോ. കുട്ടികളൊക്കെ ആകുമ്പോൾ അധികം കഴിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അതിലേക്കുള്ളതാണ് ഇപ്പോൾ ഞാൻ പറിച്ചത്. കുറച്ച് മതി കേട്ടോ. ഇതുപോലെ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളെ തൊട്ടാവാടി കേട്ടോ. തൊട്ടാവാടിനെ തൊട്ടപ്പോൾ തന്നെ വാടി പോയിട്ടുണ്ട്. പക്ഷെ അതൊന്ന് പറിക്കാൻ നല്ല പ്രയാസം കേട്ടോ. അപ്പോൾ ഞാനൊരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടതാ ഇതുപോലെ ഈ ഒരു നിലം പതിഞ്ഞ് നടക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പറയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ആക്കാം കേട്ടോ. ഇതിന് എന്താ ഒരു പേരുണ്ട്. നിലത്ത് പതിഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു ചെടിയാണ്. പക്ഷെ നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ചെടി തന്നെയാണ്. പിന്നെ നമ്മളെ ഇതുപോലെ കയ്യുന്നിയാണ്. നമ്മളെ മുടി എണ്ണ കാച്ചാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഇതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ കുറുന്തോട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ വീഡിയോസിൽ ചെറിയ നമ്മൾ സാധാ വലിയ കുറുന്തോട്ടിയല്ല, ചെറുതുണ്ടാവും. അപ്പോൾ അതും ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി നല്ല പോലെ കഴുകിയിട്ട് നല്ല പോലെ ചെളിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴുകി വാർത്ത് വെക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ചെറുപയർ, ഒരു പിടി മാത്രം മതി കേട്ടോ. അതൊന്ന് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 സ്പൂണ് ഉലുവയാണ്. ഞാനൊരു 5 പേർക്ക് കഴിക്കാനുള്ള ആ ഒരു ഇതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2 സ്പൂൺ അളവിൽ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു തേങ്ങയുടെ പാലാണ്. അപ്പോൾ തേങ്ങയുടെ പാൽ നമ്മൾ 2ാം പാലിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. 3ാം പാൽ ഞാൻ എടുക്കുന്നില്ല, 2ാം പാലിലാണ്. കുറച്ച് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിപ്പോൾ ഫസ്റ്റത്തെ പാലാട്ടോ. ഫസ്റ്റത്തെ പാൽ നമുക്കൊന്ന് മാറ്റി വെക്കുക. ഇതിന് ശേഷം 2ാമത്തെ പാലെടുക്കാം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ആ ഒരു തേങ്ങീത്ത പാലൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വാർത്തെടുക്കുക. ഇനി ഞാനിതുപോലെ 3/4 കപ്പ് ഞവരരിയാണ് എടുത്തിട്ടുള്ളത്. ഞവരരി നല്ല ഒരു ഗുണങ്ങളുള്ള ഒരു തന്നെയാണ് കേട്ടോ. അപ്പം ഇതല്ലെങ്കിൽ സാധാ അരി എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ചെറിയ അരി വേണമെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ മട്ടരി വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ചിലപ്പം പിന്നെ ഇതിൽ കല്ലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ അതാ നമ്മൾ രണ്ടാം പാൽ എടുത്തില്ല, ആ പാലാണ് ഞാൻ ഈ ഒരു കലത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ. വേവ് ഒരു കുറഞ്ഞ വേവാകുമ്പോഴാണ് നമുക്ക് അതിലേക്ക് ഉലുവയും അതുപോലെ തന്നെ ചെറുപയർ കുതിർത്താൻ വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ തലേ ദിവസം ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ, ചെറുപയറും അതുപോലെ തന്നെ ഉലുവയും അങ്ങനെ ചെയ്യുക. അപ്പോൾ അതാ നമ്മൾ ആ മരുന്നൊക്കെ നല്ല പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിൽ അല്ലെങ്കിൽ നമ്മൾ ഉരലിൽ വേണമെങ്കിൽ അടിച്ചെടുക്കാം. അപ്പോൾ പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് മടിയായതുകൊണ്ട് ഞാൻ ഈ മിക്സി തന്നെയാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ മിക്സീൻ്റെ ജാറിൽ പറ്റൂല. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാവുമ്പോൾ നമ്മളെ ചെറുപയറും ഉലുവയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് നമ്മളെ മരുന്നൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. നമ്മൾ ഈ കഞ്ഞിയിൽ സാധാരണ ഇന്ദുപ്പാണ് അവർ ചേർക്കാറ്. പക്ഷേ എനിക്ക് ആ ഇന്ദുപ്പ് കിട്ടാത്തതുകൊണ്ട് ഞാൻ സാധാ ഉപ്പും കൂടിയാണ് ചേർത്ത് കൊടുത്തുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മരുന്ന് അവിടെ നിൽക്കട്ടെ. ഇനി എന്ത് ചോദിച്ചാൽ ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് ഈ ഒരു ടൈം ആകുമ്പോൾ ഇപ്പോൾ ഇതൊരു പകുതി വേവ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ടൈം ആകുമ്പോൾ എന്ത് ചോദിച്ചാൽ നമ്മളെ മരുന്നും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത്തിരി ചെറിയ ജീരകം ഉണ്ടല്ലോ അതുകൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതുപോലെ ഒരു ഓട്ടല്ല പാത്രം വേണം നമ്മൾ മേലെ വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ തിളച്ച് തൂവി പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ ഔഷധമൊക്കെ നമ്മൾ തിളച്ച് വരുമ്പോൾ ആ ഒരു ഇത് പോകുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു ഓട്ടൊക്കെ അല്ലേ, ഞാനിപ്പോൾ ഇതൊരു നൂൽപുട്ടിൻ്റെ ദാട്ട വെച്ച് കൊടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ പുറത്തേക്ക് ചിന്തൂല്ല, ആ ഒരു ഇതിൽ തന്നെ അങ്ങനെ വെന്ത് വരും. ഇനി ഇതിൽ കടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ അതാ ഇതിലേക്ക് കുറച്ച് ഞാൻ ഫസ്റ്റത്തെ പാല് നമ്മൾ എടുത്ത് വെച്ചിരുന്നല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു കുറഞ്ഞ അളവിൽ വേവാനുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് നെയ്യും കൂടെ ഞാൻ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നെയ്യ് വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പില്ലാതെ നമുക്കിത് കഴിക്കാൻ കഴിയില്ല, ഉപ്പ് വേണം. അപ്പോൾ ഞാൻ സാധാ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടുപ്പത്തൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക. പക്ഷെ ചൂടോടൊക്കെ കഴിക്കുമ്പോഴാണ് ആ ടേസ്റ്റ് ഉണ്ടാവുക. തണുത്താൽ ഒരു കഞ്ഞിന്റെ ടേസ്റ്റ് തന്നെ പോകുമല്ലോ. അപ്പൊ നമ്മൾ ചൂടോടൊക്കെ തന്നെ ഇതുപോലെ ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. നമ്മൾ തുടർച്ചയായിട്ട് 7 ദിവസം കഴിക്കണം എന്നാട്ടോ അത് പറയാറ്. പക്ഷെ ആ 7 ദിവസം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കി വെക്കായിരിക്കും നല്ലത്. ഈ മഴയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ചൂടോട് കൂടി നമ്മൾ ഈ കഞ്ഞി കുടിക്കുമ്പോൾ നല്ലൊരു ഹെൽത്തിന് നല്ലതാണ്. അപ്പൊ അതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാണെന്ന് ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പൊ അടുത്തായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.